2024 ഡിസംബർ 26 രാവിലെ 11 മണിയോടുകൂടിയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുനാമി തിരകൾ കേരള തീരത്ത് ആഞ്ഞടിച്ചത്. ഇത് തമിഴ്നാട്, പോണ്ടിച്ചേരി, കേരളം, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവയെ സാരമായി ബാധിച്ചു. എന്നാൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടാക്കിയത് തമിഴ്നാടിനാണ്. ആ തിരമാലകൾ വിഴുങ്ങിയത് വെറും മനുഷ്യരെയും വീടുകളെയും മാത്രമായിരുന്നില്ല, സ്വപ്നങ്ങളെയും ജീവിതങ്ങളെയും തലമുറകളായി കാത്തു സൂക്ഷിച്ച ഓർമ്മകളെയും കൂടിയായിരുന്നു. കൊല്ലം ജില്ലയിലെ ആലപ്പാടിൽ 132 ജീവനുകൾ, ആലപ്പുഴയിലെ ആറാട്ടുപുഴയിൽ 39 പേർ, ആയിരക്കണക്കിന് വീടുകൾ, ബോട്ടുകൾ, വലകൾ എല്ലാം കടൽ തിരിച്ചെടുത്തു. പക്ഷേ ആ നഷ്ടത്തെക്കാൾ വേദനിപ്പിച്ചത് മറ്റൊന്നായിരുന്നു. ദുരന്തമറിഞ്ഞെത്തിയ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. സർക്കാർ വാഗ്ദാനങ്ങൾ വാക്കുകളിൽ തീർന്നു. യഥാർത്ഥ സഹായവുമായി എത്തിയത് സാധാരണ മനുഷ്യരും മനുഷ്യാവകാശ പ്രവർത്തകരും മാത്രമായിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ ദുരിതക്കാരുടെ കണ്ണുനീരിൽ പ്രചാരണം കണ്ടു, രാഷ്ട്രീയം കണ്ടു. അവർ പണം പിരിച്ചു, വാഗ്ദാനങ്ങൾ നൽകി. പക്ഷെ ആ പണം ഒരിക്കലും ഇരകളിലേക്ക് എത്തിയില്ല. കടൽ ഉപ്പുവെള്ളം കയറ്റിയ വയലേലകളിൽ പിന്നീട് ഒരിക്കലും നെൽക്കതിരുകൾ തലയുയർത്തിയില്ല. മീൻ പിടിച്ച് ജീവിച്ചിരുന്നവർ ബാങ്കുകളുടെ പടിവാതിൽക്കൽ നിരാശരായി നിന്ന് മടങ്ങേണ്ടി വന്നു. തലമുറകളായി ചെയ്തു വന്ന തൊഴിൽ എന്നേക്കുമായി പലർക്കും ഉപേക്ഷിക്കേണ്ടിയും വന്നു. അതേസമയം ഈ സാധാരണക്കാരുടെ കണ്ണുനീർ കൊണ്ട് സർക്കാർ കടം വീട്ടി. കേന്ദ്രത്തിൽ നിന്ന് വന്ന കോടികൾ ഇരകൾക്ക് നൽകിയില്ല. അത് റബ്ബർ തോട്ടക്കാർക്കും മന്ത്രിമാരുടെ യാത്രാ ബില്ലുകൾക്കും സർക്കാർ ശമ്പളത്തിനും വേണ്ടി ചെലവഴിച്ചു. സുനാമിക്ക് മുമ്പ് സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന സർക്കാരിന് ആ ദുരന്തം ഒരു പിടിവള്ളിയായി. കടൽ തിരിച്ചുപോയി, പക്ഷെ ആ ചതി തിരിച്ചു പോയില്ല. ആ മനുഷ്യർ ഇന്നും കാത്തിരിക്കുന്നു നീതിക്കായി.